السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وصلى الله على نبينا محمد وآله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, അറിവുകൊണ്ടും ഉന്നതമായ വിജ്ഞാനം കൊണ്ടൊക്കെ വളരെ പുരോഗതി പ്രാപിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ബുദ്ധിയുടെ ഉടമയാണെങ്കിലും അറിവിന്റെ കാര്യത്തിൽ വലിയ പുരോഗതി പ്രാപിച്ച മനുഷ്യനാണെങ്കിലും മാറുന്ന സാഹചര്യങ്ങളെയും അവസ്ഥകളെയും പോലും നിയന്ത്രിക്കുവാനോ അതിനെ മാറ്റം വരുത്താതെ നിലനിർത്തുവാനോ ഒന്നും സാധിക്കാത്തവനാണ് മനുഷ്യനെന്നും പല കാര്യങ്ങളും അവൻ എത്ര പുരോഗതി പ്രാപിച്ചാലും ഏതെങ്കിലും ഒരു അവസ്ഥയെ നിലനിർത്തുവാനോ അല്ലെങ്കിൽ അവസ്ഥകളെ മാറ്റുവാനോ അവന്റെ ബുദ്ധി കൊണ്ടോ അവൻ നേടിയെടുത്ത അറിവ് കൊണ്ടോ ഒന്നും സാധ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുദിനം കടന്നു വരുന്ന മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ എന്നുള്ളത്. ഇന്നലെ വരെ ആരോഗ്യത്തോടു കൂടി കഴിഞ്ഞിരുന്നവൻ ഒരു സുപ്രഭാതത്തിൽ അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗാതുരമായ അവസ്ഥയിലേക്ക് കിടപ്പ് രോഗിയായി മാറുന്ന ഒരു സാഹചര്യം. അവന് സാമ്പത്തികമായ ശേഷിയുണ്ട്, ബുദ്ധിപരമായി അവൻ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അതൊന്നും തന്നെ ഈ അവസ്ഥയിൽ നിന്ന് അവനെ മാറ്റി നിർത്തുവാൻ, മോചിപ്പിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമി ലോകത്ത് സംഭവിക്കുന്ന പൊടുന്നനെ സംഭവിക്കുന്ന പല സംഭവ വികാസങ്ങളും, ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതെല്ലാം പൊടുന്നനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയെല്ലാം മനുഷ്യൻ നിസ്സഹായനായി, കഴിവുകെട്ടവനായി നിൽക്കുന്ന, അന്താളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോ തന്റെ സ്വന്തം ജീവിതത്തിലോ തന്റെ ചുറ്റുപാട് നടക്കുന്ന അവസ്ഥകളെയോ സാഹചര്യങ്ങളെയോ ഒന്നും തന്നെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത, അശക്തനായി തീർത്തും അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രൂപത്തിലേക്ക് മനസ്സ് മാറുന്ന, ഞാൻ കഴിവില്ലാത്ത, ആത്യന്തികമായ പരമമായ ഒരു നിയന്ത്രണത്തിന്റെയും ഒരു അവകാശമോ അല്ലെങ്കിൽ ആ ഒരു ശക്തിയോ കഴിവോ ഇല്ലാത്തവനാണ് ഞാൻ എന്ന തികഞ്ഞ ബോധ്യവും ഈ ഓരോ സംഭവങ്ങളും അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് പലപ്പോഴും മനുഷ്യന്മാർ അവരുടെ മനോനില തെറ്റുന്നതും. ഇപ്പോ ഒരു നല്ലൊരു ബിസിനസ്മാൻ, ഇന്നലെ വരെ നല്ല ഉന്നതമായ നിലയിൽ വർത്തിച്ചു പോന്നിരുന്ന ഒരു മനുഷ്യൻ, ഒരു ബിസിനസ്സുകാരൻ പൊടുന്നനെ തകർന്നു തരിപ്പണമായി, ഇനി എന്താണ് എന്റെ മുമ്പിലുള്ളത്, ഞാൻ എന്ത് ചെയ്യും എന്ന ഒരു വല്ലാത്തൊരു സാഹചര്യവും മാനസികാവസ്ഥയും അനുഭവപ്പെടുന്ന പല ആളുകളും, അതിന് മുമ്പിൽ അതിനെ മറികടക്കുവാൻ വേണ്ടി അവർ സ്വീകരിക്കുന്ന പല മോശപ്പെട്ട രീതികളും ജീവിത ശൈലികളും നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും. ചില ആളുകൾ ജീവിതം അവസാനിപ്പിക്കുന്നു, സ്വന്തം ജീവിതം അവനായിട്ട് എടുത്തു കളയുന്നു. അതല്ല എങ്കിൽ മയക്കുമരുന്ന് പോലെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയി ആശ്വാസം കണ്ടെത്താൻ മനുഷ്യന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ ഇവിടെയെല്ലാം തന്നെ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടുന്നത് എന്റെ പരിമിതമായ ബുദ്ധിയും കഴിവും ശേഷിയും അതെല്ലാം എനിക്ക്
ഒരു സ്രഷ്ടാവായ എന്നെ പടച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തൻ, ആ ഒരു ശക്തി എനിക്ക് നൽകിയതാണ് എന്നും അത് തിരിച്ചെടുക്കാനുള്ള ഒരു അവകാശവും എല്ലാം അവനിൽ അർപ്പിതമാണ്, അവന്റെ അവകാശമാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അശക്തതയെ പറ്റി, കഴിവുകേടിനെ പറ്റി ബോധവാന്മാരാകുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സുശക്തമായ വിശ്വാസം അവർ ഊട്ടിയുറപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ സത്യവിശ്വാസികളെ പറ്റി അള്ളാഹു പറഞ്ഞെടുത്ത് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു മുസീബത്ത് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും, സാഹചര്യങ്ങൾ മാറി തന്റെ നല്ല ഐശ്വര്യകാലം പോയിട്ട് വളരെ മോശപ്പെട്ട നിലയിലേക്ക് താൻ കൂപ്പുകുത്തിയാലും ശരി, ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ, അവർ പറയുന്ന ഒരു വർത്തമാനം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സാധാരണ നമ്മളത് ആരെങ്കിലും മരണപ്പെട്ടാൽ, ഒരു മരണവാർത്ത കേട്ടാൽ മാത്രം ചൊല്ലുന്ന ഒരു വാക്യമായി മാറിയിട്ടുണ്ട്. അങ്ങനെയല്ല. ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോ, പ്രയാസത്തെ കുറിച്ച് കേൾക്കുമ്പോ, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നും വരേണ്ട, ഹൃദയം തൊട്ട് നാവിലൂടെ പുറത്തു വരേണ്ട ഒരു വാക്യമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ്? രണ്ട് പ്രഖ്യാപനങ്ങളാണ്. ഒന്ന്, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്. ആ ഒരു വാക്യത്തിലൂടെ ഒരു സത്യവിശ്വാസി പ്രഖ്യാപിക്കുന്നത് എന്താ? ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് എന്ന് അവൻ നാവ് കൊണ്ട് ഉരുവിടുമ്പോ അവൻ മനസ്സുകൊണ്ട് അവന്റെ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നു. അള്ളാഹുവിനുള്ള തികഞ്ഞ വിശ്വാസം അവൻ അതിലൂടെ പ്രകടിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യവചനം വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ്. അവിടെ വരുന്ന നമ്മുടെ മനസ്സിലെ വിശ്വാസം പാരത്രികമായ, കറകളഞ്ഞ, അചഞ്ചലമായ വിശ്വാസത്തെയാണ്. രണ്ട് വിശ്വാസങ്ങളാണ് ആ പ്രഖ്യാപനത്തിലൂടെ. ഒന്ന്, അള്ളാഹുവിൽ തികഞ്ഞ വിശ്വാസം. രണ്ട്, പരലോകത്തെ കുറിക്കുന്ന, പരലോക വിശ്വാസത്തെ കുറിക്കുന്ന അവന്റെ മനസ്സിലെ തികഞ്ഞ വിശ്വാസത്തെയാണ് അവിടെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഈ ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാൻ ഉതകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഐഹിക ജീവിതം പരീക്ഷണമാണ് എന്ന തികഞ്ഞ ബോധ്യമുണ്ടാവുക. ഈ ഐഹിക ലോകത്ത് ഇന്നത്തെ സാഹചര്യം ആവൂല നാളെ. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് നല്ല ആരോഗ്യമുണ്ട്, ഒരു പൊടുന്നനെ അത് അനാരോഗ്യത്തിലേക്ക് കടന്നു വന്നേക്കാം, അല്ലെങ്കിൽ എന്റെ ഈ മോശപ്പെട്ട അവസ്ഥയിൽ പെട്ടെന്ന് മാറ്റം സംഭവിച്ചേക്കാം. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഓർമ്മയാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. ഒരു വിശ്വാസിയായതുകൊണ്ട് പടച്ചോൻ എന്നെ ഒരു പരീക്ഷണത്തിനും വിധേയനാക്കൂല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു വിശ്വാസിയാണോ, എന്റെ വിശ്വാസത്തിന്റെ പ്യൂരിറ്റി, അതിന്റെ ക്വാളിറ്റി ഒക്കെ അളക്കാൻ അല്ലാഹു തആല പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്ന ബോധ്യമാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാൻ അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അയ്യുത്രകൂ, അവർ വിട്ടേക്കുമെന്ന്, അവരെ ഞാൻ വിട്ടുകളയുമെന്ന് മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിൽ? അയ്യഖൂലു ആമന്നാ, അവർ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവരെ ഒന്നും ചെയ്യാതെ, പരീക്ഷിക്കാതെ ഞാൻ അവരെ വെറുതെ വിടുമെന്ന് മനുഷ്യന്മാർ കരുതുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടുകയില്ല എന്നാണോ മനുഷ്യന്മാർ കരുതുന്നത്, വിശ്വാസികൾ കരുതുന്നത് എന്നാണ്. ഞങ്ങൾ വിശ്വാസികളായി, ഞങ്ങൾ ഈമാനുള്ളവരാണ് എന്നതുകൊണ്ട് മാത്രം അവരെ പരീക്ഷിക്കാതെ റബ്ബ് വിടൂല, അവരെ പരീക്ഷിക്കും. കാരണം എന്നിട്ട് അല്ലാഹു പറയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെയും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ, ആരാണ് അവരിൽ സത്യസന്ധന്മാർ, ആരാണ് അവരിൽ കള്ളന്മാർ, വ്യാജന്മാർ എന്ന് തിരിച്ചറിയാൻ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായി ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊന്ന്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഉറച്ചു തന്നെ വിശ്വസിക്കുക. അങ്ങനെ വരുമ്പോൾ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടും. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുന്നു, വലാ ഫി അൻഫുസികും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു,
ഇതൊക്കെ തന്നെ ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അതെല്ലാം തന്നെ അല്ലാഹു മുമ്പേ കാലെ കൂട്ടി എല്ലാം തീരുമാനിച്ചു വെച്ചതാണ് എന്ന് അല്ലാഹു പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസത്തെയാണ് വിശ്വാസികളായ ഈമാനുള്ള മുഅ്മിനീങ്ങളായ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്നത്. നമ്മൾ എത്ര ഉയർന്ന പദവിയിലുള്ളവരാണെങ്കിലും ശരി, ഇതെല്ലാം കൊടുന്നതിനെ പെട്ടെന്ന് ഒരുപക്ഷെ ഇതെല്ലാം നമ്മിൽ നിന്നും ഇല്ലാതായി പോയേക്കാം, ആരോഗ്യം ക്ഷയിച്ചേക്കാം, സമ്പത്ത് കുറഞ്ഞേക്കാം. അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി, ഐഹിക ലോകം നൈമിഷികമാണ്, നശ്വരമാണ് എന്ന തികഞ്ഞ ബോധ്യത്തോടുകൂടി പാരത്രിക ലോകത്തിനു വേണ്ടി പരമാവധി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ രൂപത്തിൽ വലിയ തനാഫസിൽ മുത്തനാഫിസൂൻ എന്ന് പറഞ്ഞല്ലോ, അതിനുവേണ്ടി മത്സരിക്കാൻ നമ്മൾ തയ്യാറാവണം. പാരത്രിക ലോക മോക്ഷത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കുവാൻ സാധിക്കണം. അള്ളാഹു യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.